ഏവർക്കും STVയുടെ പുതുവത്സരാശംസകൾ. നോക്കാം ആദ്യത്തെ പ്രധാന തലക്കെട്ടുകൾ. കേരളത്തിന് എയിംസ് ഉറപ്പെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇത് വളരെ പ്രധാനപ്പെട്ട വർഷം. വലിയൊരു പദ്ധതി കേരളത്തിന് അനുവദിക്കുമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി. മറ്റത്തൂർ വിഷയത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വർഗീയ സംഘടനകളുമായി ഒരു ബന്ധവും കോൺഗ്രസിനുണ്ടാകില്ല. KPCC ആയാലും DCC ആയാലും മറ്റത്തൂർ വിഷയത്തിൽ സ്വീകരിക്കുക ഒറ്റ നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ ആരും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്ന് അടൂർ പ്രകാശ് MP. ആരോപണത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. ചോദ്യം ചെയ്യുന്ന കാര്യം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയെന്നും അടൂർ പ്രകാശ്. പ്രത്യാശയുടെ പുതുവർഷം പിറന്നു. ലോകം 2026 വരവേറ്റത് ആഘോഷ നിറവോടെ. ഏവർക്കും പുതുവത്സരാശംസകൾ. വാർത്തകൾ വിശദമായി. കേരളത്തിന് എയിംസ് ഉറപ്പെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വളരെ പ്രധാനപ്പെട്ട വർഷമാണിത്. വലിയൊരു പദ്ധതി കേരളത്തിന് അനുവദിക്കുമെന്ന് അമിത്ഷാ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിന് അനുവദിച്ച ഫോറൻസിക് ലാബ് ഇല്ലാതാക്കിയത് ആരാണെന്ന വസ്തുത ജനങ്ങൾക്കറിയാം. പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുത്ത് രാജ്യം മുന്നോട്ട് പോകേണ്ട കാലമാണിതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വളരെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. എല്ലാവർക്കും പുതിയ പുതിയ നിശ്ചയങ്ങളെടുത്ത് രാജ്യം വഴി ലോകത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാവർക്കും പ്രവർത്തിക്കുവാനും വിജയം മാത്രം ലഭിക്കുവാനുള്ള ഒരു അവസ്ഥയുണ്ടാവട്ടെ. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതുവത്സരാശംസകൾ എന്റെ ബജറ്റ് പറഞ്ഞിട്ട് പിന്നെ അത് ഇല്ലാതാക്കേണ്ടത്. ഒരു പ്രോജക്റ്റ് പറഞ്ഞത് ഇല്ലാതാക്കിയത് അറിയാമല്ലോ. അതിന്റെ രേഖത്തിന് തരാൻ ഫോറൻസിക്. പക്ഷെ അതിന് പകരം അതിനേക്കാൾ വലിയൊരു പ്രോജക്റ്റ് എനിക്ക് അമിത്ഷാജി തന്നിട്ടുണ്ട്. അതിലൊരു സ്ഥലം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് സ്മാർട്ട് സിറ്റി അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർണ്ണമായും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല ഞാനില്ലേ കേരളത്തിൽ എയിംസ് വന്നിട്ട് ഓർഗാനിക് ആയിട്ട് വരുന്നത് തന്നെ. അപ്പൊ ആരുടെയും കഴിവും മികവും ഓർഗാനിക് ആയിട്ട് തന്നെ കേരളത്തിലേക്ക്. മറ്റത്തൂർ വിഷയത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. KPCC ആയാലും DCC ആയാലും ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉണ്ടാവൂ. വർഗീയ സംഘടനകളുമായി ഒരു ബന്ധവും പാർട്ടിക്കുണ്ടാകില്ല. പാർട്ടിയുടെ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന കാര്യം വ്യക്തമാണെന്നും അക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്നും KC വേണുഗോപാൽ തൃശ്ശൂരിൽ പറഞ്ഞു. വളരെ ഗൗരവതരമായ സംഭവമാണ്. അത് ഒരുപാട് അനുവാസത്തെ ജനമായ മേൽച്ചയുണ്ടായി. നമ്മുടെ ആരോഗ്യ രംഗത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തിൻ്റെ ഒരു കൃത്യമായിട്ട് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഹരിപ്പാടിലുള്ളത്. ഇന്നലെ തന്നെ ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഈ കാര്യത്തെക്കുറിച്ച് അടിയന്തരമായിട്ട് അന്വേഷിക്കുന്നതുകൊണ്ട് കുറ്റക്കാർക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നത് അവരുടെ ഡയാലിസിസ് നിർത്തിവെക്കണമെന്ന് മനസ്സിലാക്കി. അത് 3 ജീവനുകളാണ് കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവതരമായ കാര്യമാണ്. നമ്മുടെ ആരോഗ്യ രംഗത്തിന്റെ പിടിപ്പുകൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ സർക്കാർ ആശുപത്രികളിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് മറ്റൊരു ഉദാഹരണമാണ് അത്യന്തം ഗൗരവതരമായ കാര്യമാണ്. മന്ത്രി അക്കാര്യത്തിൽ സത്വരമായി ഇടപെടുമെന്നാണ് ഞാൻ പറയാറുള്ളത്. അന്വേഷണത്തിന്റെ വഴി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ അന്വേഷണ രീതികളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ. ഈ അന്വേഷണത്തിൽ നടക്കുന്നത് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണ്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരാളും ഇപ്പോഴും അകത്താകില്ലായിരുന്നു. ഈ അന്വേഷണം ഉണ്ടാവില്ലായിരുന്നു. പുറത്ത് വരില്ലായിരുന്നു. അപ്പൊ ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ശരിയായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതി നിയമിച്ച SIT ആണെങ്കിലും ഈ SITയെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാർ പാർട്ടിക്ക് വ്യക്തമായ നിലപാട് ഇക്കാര്യത്തിൽ. പാർട്ടി നിലപാട് ഒന്നേ ഉണ്ടാവുള്ളൂ. അത് KPCC DCC ആയാലും പാർട്ടി നിലപാട് വ്യക്തമാണ്. പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും. അത് സംശയമില്ല. വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും പാർട്ടിക്കുണ്ടാവില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ ആരും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്ന് അടൂർ പ്രകാശ്. ആരോപണത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഒന്നും മറച്ചുവെക്കാനില്ലെന്നും ഒരു ഭയവുമില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. SITക്ക് മുന്നിൽ പോകും മുമ്പ് മാധ്യമങ്ങളെ അറിയിക്കും. ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞത് ചാനലുകളിലൂടെ മാത്രമാണ്. തനിക്ക് യാതൊരു അറിവുമില്ല. തന്നെ വിളിപ്പിച്ചിട്ടുമില്ല.
മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പുതിയ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകും. ചാനലുകാർ പറഞ്ഞതുകൊണ്ട് പോകാനാകില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലുകാരെയും അറിയിക്കണം, അല്ലെങ്കിൽ പറയാനുള്ളത് അതിനു മുമ്പ് തന്നെ വിളിച്ചു പറയും. ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ SIT വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അത് ഇന്നലെ ഞാൻ ശിവഗിരിയിലുണ്ടായിരുന്ന സമയത്ത്, അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് മാതൃഭൂമിയാണ് എന്നോട് ആ ചോദ്യം ഉന്നയിച്ചത്. ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ശശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പക്ഷേ ഞങ്ങളെയൊക്കെ നേരിട്ട് അറിയിച്ചാൽ, എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല, ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ്. പക്ഷേ ചാനലുകാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞാൻ SITയുടെ മുമ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും അവസരത്തിൽ എന്നെ വിളിച്ചാൽ നിങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരണം, അവിടേക്ക് അനുവദിക്കണം എന്ന് ഞാൻ പറയും. അതല്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാനവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ്. എനിക്ക് യാതൊരു കാര്യത്തിലും മറച്ചു വെക്കാൻ ഇല്ല എന്ന് ഇത്തരണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോണിയാഗാന്ധിയുമായുള്ള പോറ്റിയുടെ കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിൻമെന്റ് എടുത്തു നൽകിയിട്ടില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ വരിയെടുത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ഇരുമംഗലം നടുവിൽ പറമ്പിൽ വീട്ടിൽ എമിലിയ ആണ് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരിച്ചത്. ഇന്നലെ രാത്രി എമിലിയ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ മൺകൂരയിൽ തട്ടി മറിയുകയായിരുന്നു. ധനലക്ഷ്മി ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ 1 കോടി ഷൊർണൂരിൽ നിന്നും എടുത്ത ടിക്കറ്റിന് DF 869610 എന്ന നമ്പറിലെ ടിക്കറ്റിനാണ് 1 കോടി ലഭിച്ചിരിക്കുന്നത്. ടിക്കറ്റ് എടുത്ത ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ധനലക്ഷ്മി ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ ഷൊർണൂരിൽ നിന്നും എടുത്ത ടിക്കറ്റിനാണ് ലഭിച്ചത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ കിരീടം ലോട്ടറി മൊബൈൽസ് കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എടുത്ത ടിക്കറ്റിനാണ് 1 കോടി രൂപ സമ്മാനമായി ലഭിച്ചത്. DF 869610 എന്ന നമ്പറിലെ ടിക്കറ്റിനാണ് 1 കോടി ഒന്നാം സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടിയാണ് ടിക്കറ്റ് വിറ്റുപോയതെന്നും അതേസമയം ടിക്കറ്റ് എടുത്ത ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും കടയുടമ വിഷ്ണുദാസ് പറഞ്ഞു. ഇന്നലെ ലാസ്റ്റ് വന്നിട്ട് ഒരാളെടുത്ത് ലോട്ടറിയാണ്. ഇന്നലെ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ കടന്നു തുറക്കണം. ഉച്ച വന്ന് കടന്നു വരുന്നതാണെന്ന് വിചാരിച്ചത്. ആ ലോട്ടറിക്കാണ് ഇന്നലെ ഇവിടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അതേത് എടുത്തുപോയ ആളാരെന്ന് അറിയില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനകൃഷി ആരബി ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആരബി ഗ്രന്ഥശാല പ്രസിഡന്റ് CP രാമൻ അധ്യക്ഷത വഹിച്ചു. ആരബി കലാസമിതിയിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരികയും നിലവിൽ വാർഡ് മെമ്പറും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ PP വിജയനെ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. J പാർത്ഥസാരഥി, സത്യനാഥൻ മാസ്റ്റർ, ദീപ ടീച്ചർ, കുമാരി ദേവിക എന്നിവർ സംസാരിച്ചു. ആരബി കലാസമിതി സെക്രട്ടറി രാജേഷ് സ്വാഗതവും ആരബി കലാസമിതി പ്രസിഡന്റ് V രമേശ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ചെറുതുരുത്തി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ സാംസ്കാരിക രംഗത്തെ മികച്ച സേവനത്തിനുള്ള അവാർഡ് ചെറുതുരുത്തി റിവർ ട്രീറ്റ് MD തിലകൻ ഉള്ളാടിന് സമ്മാനിച്ചു. റോട്ടറി ഒരുപാട് വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ സേവനം കഴിപ്പിച്ചു വരുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. റോട്ടറി ഷൊർണൂരിൻ്റെ ചരിത്രവും ഏകദേശം അങ്ങനെ തന്നെയാണ്. വളരെ പ്രഗത്ഭന്മാരായ ഒരുപാട് സാരഥികളുണ്ടായിരുന്ന, അല്ലെങ്കിൽ സാരഥികൾ നയിച്ച, അവരുടെ കഴിവുകളെല്ലാം നന്നായി പ്രകടിപ്പിച്ച കുറേ വർഷങ്ങളാണ് റോട്ടറിയുടെ ചരിത്രത്തിൽ, റോട്ടറി ഷൊർണൂരിൻ്റെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ. അപ്പോൾ ആ പൂർവ്വസൂരികളുടെ മുമ്പിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല.
അഥവാ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഷൊർണൂർ റോട്ടറിയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും വളരെ ആക്റ്റീവായിട്ട് നിന്ന കുറേ മെമ്പേഴ്സിൻ്റെയും ഒക്കെ കഴിവ് കൊണ്ട് മാത്രമാണ് സാധിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ CR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ AK ഹരീന്ദ്രനാഥ്, GR സന്ധ്യ മന്നത്ത്, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ജിഷ് പ്രകാശ്, ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത്, പ്രോഗ്രാം റോട്ടേറിയൻ KP രാജേഷ്, CP ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പ്രോഗ്രാം ചെയർമാൻ NP കൃഷ്ണകുമാർ സ്വാഗതവും ട്രഷറർ N പുഷ്പരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സീനിയർ സിറ്റിസൺ ഫോറം ഷൊർണൂർ ടൗൺ യൂണിറ്റ് ജനപ്രതിനിധികളെ അനുമോദിച്ചു. VK ശ്രീകൃഷ്ണൻ, A പ്രദീപ്, T ബിന്ദു, മുഹമ്മദ് ആഷിഖ് എന്നിവരെയാണ് മഞ്ഞക്കാട് നടന്ന ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചത്. കേരള സീനിയർ സിറ്റിസൺ ഫോറം ഷൊർണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ജനപ്രതിനിധികളെ അനുമോദിക്കുന്നതിനായി അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചത്. മഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. കൗൺസിലർമാരായ VK ശ്രീകൃഷ്ണൻ, A പ്രദീപ്, T ബിന്ദു, മുഹമ്മദ് ആഷിഖ് എന്നീ കൗൺസിലർമാരെയാണ് ആദരിച്ചത്. ജനപ്രതിനിധികളെ പൊന്നാടി അണിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. യോഗം AJ മാത്യു ഉദ്ഘാടനം ചെയ്തു. BJP ആവാം, പുറത്ത് നമ്മൾ BJP ആവാം, കോൺഗ്രസ് ആവാം, CPM ആവാം, അല്ലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആവാം. എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഒറ്റപ്പാലത്താണ് താമസിക്കുന്നതെങ്കിലും ഞാൻ കോട്ടയം ജില്ലയിലെ മുണ്ടക്കൈ സ്വദേശിയാണ്. ഞാൻ ഇപ്പോൾ ഇവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് എൻ്റെ പഴയകാല പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഞാൻ ഓർക്കുകയാണ്. പഞ്ചായത്തിനുള്ളിൽ there was no politics. ഭരണസമിതി കൂടുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയമില്ലായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ രാഷ്ട്രീയം പ്രസംഗിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാം, വാഗ്വാദങ്ങളൊക്കെ പറയും. പക്ഷേ ഭരണസമിതി കൂടുമ്പോൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. P സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. രാമേന്ദ്രൻ നായർ, സന്തോഷ് കുമാർ, TN ശ്രീനിവാസൻ, C മധുസൂദനൻ, M രാമേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. VK ശ്രീകൃഷ്ണൻ, A പ്രദീപ്, T ബിന്ദു, മുഹമ്മദ് ആഷിഖ് എന്നിവർ മറുപടി പ്രസംഗവും നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒന്നിലധികം വീണകളിൽ ശ്രുതി പോകാതെ വായിക്കാൻ കഴിയുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് പ്രശസ്ത വീണാവാദക ശിവകാശി നടരാജ്. വീണാലയ രംഗത്തെ ആസ്വാദകർ സ്വീകരിച്ചു കഴിഞ്ഞതായും പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ആർട്ടിസ്റ്റിൽ ശിവകാമി നടരാജ് പറഞ്ഞു. മനുഷ്യ ശരീരത്തിന്റെ ചലനവും സ്പന്ദനവുമായി സാമ്യമുള്ളതാണ് വീണാവാദനം. പരമ്പരാഗത സംഗീതോപകരണമായ വീണയോടുള്ള അഭിനിവേശമാണ് പരീക്ഷണത്തിനുള്ള ധൈര്യം തന്നത്. 7 വീണകൾ ഒരേ സമയം ശ്രുതി പോവാതെ കച്ചേരി നടത്തുന്നതിന് കഠിന പരിശീലനം ആവശ്യമായിരുന്നെന്നും ശിവകാമി നടരാജ് പറഞ്ഞു. ഈ 7 സ്ട്രിങ്സ് ഉണ്ട്. ഈ 7 സ്ട്രിങ്സും ചേർന്ന് വായിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അതിൽ 7 പേരും 7 സ്ട്രിങ്സും ചേർത്ത് സുന്ദരമായ ശബ്ദം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ദൈവം സഹായിച്ച് നമുക്ക് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഇന്നും എല്ലാം നന്നാവുമെന്ന് ഹോപ്പ്ഫുള്ളി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സപ്തസ്വരങ്ങൾ കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. 7 പേരായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കർണാട്ടിക് ക്ലാസിക്കിലെ സപ്തസ്വരം സാരി ഗമ പധ നി, ആ 7 സപ്തസ്വരം. കർണാട്ടിക് സംഗീതത്തിനും പാരമ്പര്യ നൃത്തരൂപങ്ങൾക്കും വിദേശത്ത് സ്വീകാര്യത വർദ്ധിച്ചു വരികയാണെന്ന് മീറ്റ് ദ ആർട്ടിസ്റ്റിൽ ഹോളിവുഡ് വയലിനിസ്റ്റ് ടൊറന്റോ A ജയദേവൻ അഭിപ്രായപ്പെട്ടു. കാനഡയിലെ IT മേഖലയിൽ നിന്ന് സംഗീത ലോകത്തേക്ക് മാറേണ്ടി വന്നതിന് പിന്നിലും കലയോടുള്ള വിദേശികൾക്കുള്ള താൽപ്പര്യമായിരുന്നു. സംഗീതത്തിലൂടെയും നൃത്തരൂപങ്ങളിലൂടെയും വിദേശികൾ സംസ്കാരം രൂപപ്പെടുത്തുകയാണ്. നൃത്തരംഗത്തും സംഗീത ലോകത്തും പഠനവും പരിശീലനവും നടത്തി പ്രഗത്ഭരാകുന്ന ഒട്ടേറെ പേരുണ്ടെന്നും ടൊറന്റോ A ജയദേവൻ പറഞ്ഞു. പ്രശസ്ത നർത്തകരായ അഭിജിത്ത് ദാസ്, ഗോപിക രാജ് എന്നിവരും മീറ്റ് ദ ആർട്ടിസ്റ്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ഗണേശ്ഗിരിയിലെ സമാജം പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട BJP നേതാക്കൾ ഷൊർണൂർ പോസ്റ്റൽ സൂപ്രണ്ടിന് നിവേദനം നൽകി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പോസ്റ്റ് ഓഫീസ് നിലനിർത്തണമെന്ന ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് നിവേദനം നൽകിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗണേശഗിരിയിലെ സമാജം പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് നിലനിർത്തണമെന്ന ജനങ്ങളുടെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണ് വാർഡ് കൗൺസിലർ EP നന്ദകുമാർ
BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഷൊർണൂർ പോസ്റ്റൽ സൂപ്രണ്ട് MP. രമേശിന് നിവേദനം കൈമാറിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായാണ് പോസ്റ്റ് ഓഫീസ് നീക്കം ചെയ്യുന്നതെന്നാണ് അധികൃതർ നൽകിയ വിശദീകരണമെന്നും BJP നേതാക്കൾ പറഞ്ഞു. പോസ്റ്റ് ഓഫീസ് എടുത്തുമാറ്റാനുള്ള ശ്രമം ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന് നേതാക്കൾ ആരോപിച്ചു. ലാഭത്തിലല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി ചില ഉദ്യോഗസ്ഥരുടെ കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും P. വേണുഗോപാൽ പറഞ്ഞു. ഗണേശഗിരിയിൽ നിലവിലുള്ള പോസ്റ്റ് ഓഫീസ് എടുത്തുമാറ്റാനുള്ള തന്ത്രപൂർവമായുള്ള ശ്രമം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് ലാഭത്തിലുള്ള പോസ്റ്റ് ഓഫീസ് പോലും നിർത്തലാക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ചെയ്യുന്നു. ഒരു ഭാഗത്ത് നിർത്തുന്നതിന് കാരണം കേന്ദ്ര പോളിസിയാണെന്ന് പറയുകയും ലാഭമില്ല എന്ന് പറയുകയും ജനങ്ങളോട് ഇതേ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇത് കേന്ദ്രം എല്ലാം നിർത്തലാക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നിലവിൽ ലാഭമുണ്ടായിരുന്ന അല്ലെങ്കിൽ വാടക പോലും കൊടുക്കാതെ പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടം, ആ കെട്ടിടം കുറേ ദൂരത്തേക്ക് മാറ്റുകയും വാടക കൊടുക്കുകയും ചെയ്യണം. അതായത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയാണ് നഷ്ടം. ഇതുവരെ വാടക കൊടുക്കേണ്ടി വന്നില്ല, പക്ഷേ ഇപ്പോൾ വാടക കൊടുക്കുന്ന കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. മറ്റൊരു സബ് പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നത്, അവിടെയും വാടക കൊടുക്കാതെ അവർ എല്ലാ സജ്ജീകരണങ്ങളും കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും അതും എടുത്തു മാറ്റാനുള്ള അവസാന ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ. ഇത് കേന്ദ്ര ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗണേശഗിരിയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം നിവേദനം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത അധികാരികൾക്ക് കൈമാറുമെന്ന് പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിലെ അധികാരികൾ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന് എയിംസ് ഉറപ്പെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇത് വളരെ പ്രധാനപ്പെട്ട വർഷം. വലിയൊരു പദ്ധതി കേരളത്തിന് അനുവദിക്കുമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി. മറ്റത്തൂർ വിഷയത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വർഗീയ സംഘടനകളുമായി ഒരു ബന്ധവും കോൺഗ്രസിനുണ്ടാകില്ല. APCC ആയാലും DCC ആയാലും മറ്റത്തൂർ വിഷയത്തിൽ സ്വീകരിക്കുക ഒറ്റ നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ ആരും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്ന് അടൂർ പ്രകാശ് MP. ആരോപണത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി. ചോദ്യം ചെയ്യുന്ന കാര്യം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയെന്നും അടൂർ പ്രകാശ്. പ്രത്യാശയുടെ പുതുവർഷം പിറന്നു. ലോകം 2026 വരവേറ്റത് ആഘോഷ നിറവോടെ. ഏവർക്കും പുതുവത്സരാശംസകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു.